അതെ, ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ അതിന്റെ ആൻസർ പറയും. നമ്മളിൽ എത്ര പേര് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്? മനസ്സ് തുറന്ന് ചിരിച്ച് എത്ര ദിവസമായി ഉണ്ടാവും? ഈ സന്തോഷം എവിടെ നിന്ന് കണ്ടെത്തും? നമ്മൾ തന്നെ കണ്ടെത്തണം, അല്ലേ? ഇങ്ങനെ സന്തോഷം കണ്ടെത്തി നമുക്ക് വേണ്ടി ജീവിക്കുന്ന എത്ര പേരുണ്ട് നമ്മളുടെ കൂട്ടത്തില്? ഒന്ന് സത്യസന്ധമായിട്ടുള്ള ആൻസർ പറയാൻ കേട്ടോ. പലരും എനിക്ക് തോന്നുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഓട്ടത്തിലും അത് പിന്നെ ആവാം, അല്ലെങ്കിൽ ആ കാര്യം പിന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സമയങ്ങൾ നമ്മൾ മാറ്റി കൊണ്ടുപോയി നമ്മൾ എന്ത് നേടുന്നു ലൈഫിൽ? ഒന്നും നേടുന്നില്ല. ഞാൻ വളരെ പണ്ട് കുറച്ചു കാലമായിട്ടുണ്ടാവും ഒരു വയ്യാത്ത മരണം സംഭവിക്കാറായിട്ടുള്ള ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ആ ചേച്ചി വളരെ ദുഃഖത്തോടെ എന്നോട് കാര്യം പറഞ്ഞു. മോളെ, എന്റെ നല്ല സമയത്ത് എനിക്ക് നല്ലൊരു വസ്ത്രം കിട്ടിയാൽ ഞാൻ ഇടില്ല, അല്ലെങ്കിൽ ഒരു സോപ്പ് കിട്ടിയാൽ മേത്ത് തേച്ച് കുളിക്കില്ല, ഒരു കമ്മൽ ഇടില്ല. കാരണം അതൊക്കെ ഞാൻ പിന്നീട് ഉപയോഗിക്കാം, എടുത്തു വെച്ച് കൂട്ടി വെച്ച് ഇന്ന് എനിക്ക് വയ്യാണ്ടായപ്പോൾ ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്കിന്ന് പറ്റുന്നില്ല. അവര് വളരെ വിഷമത്തോടെ നമ്മളോട് പറയാണ്, മക്കളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇന്ന് എന്താണോ നമുക്ക് എന്ത് കയ്യിലുണ്ടോ സന്തോഷത്തോടെ നാളേക്ക് എടുത്തു വെക്കാതെ ഇന്നയ്ക്ക് വേണ്ടി ജീവിക്കുക, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? ഇതൊക്കെ വളരും, മക്കളും സാഹചര്യങ്ങളും ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കും, നമ്മളോ തളർന്നുകൊണ്ടേയിരിക്കും.